ഞാൻ വന്നേക്കുന്ന ഒരു മദേഴ്സ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ചാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാനല്ല ചെയ്യാൻ പോണേ, മദേഴ്സ് ഡേ ആയതുകൊണ്ട് എൻ്റെ മോള് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാം, ഉമ്മ എൻ്റെ കൂടെ വന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്തൊരു സ്പെഷ്യൽ സാൻഡ്വിച്ച്. ഒരു വീഡിയോ ചെയ്യുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരാൾ ജോലി ചെയ്യുന്നു, ആ ജോലി വേറൊരാൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആ ഹെൽപ്പ് എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് അവരുടെ ജോലിയാണ്, അതിന് നമ്മൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിലെ ജോലി ഒരാൾ ചെയ്യുന്നു, അതിനിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്നു, ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്നു, അതിപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മക്കളായിക്കോട്ടെ, ആരായാലും അത് ഹെൽപ്പ് ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മാത്രം ജോലിയായി പോകുന്നില്ലേ? അങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്ക് ആ ഹെൽപ്പ് എന്നുള്ള വാക്ക് തന്നെ ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ സാൻഡ്വിച്ചിനെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വെൽക്കം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മോള്. അവൾ നല്ല ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നല്ല എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടിയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അതുകൊണ്ട് എൻ്റെ വോയിസ് ഒന്നും മാറ്റിയിട്ടില്ല, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ടാലും കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസ് പ്രിപ്പയർ ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടോളൂ. അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരാളുടെ ജോലി എന്ന് പറയുമ്പോൾ അത് അയാളുടെ മാത്രം ജോലിയായിട്ട് മാറുന്നില്ലേ? എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഇതിപ്പോൾ വീട്ടിലൊരു അമ്മയാണ്, ആ അമ്മയുടെ മാത്രം ജോലിയാണ് എന്നുള്ള രീതിയിലല്ല വരുന്നത്. അമ്മയെ മക്കൾ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയുടെ മാത്രം ജോലിയാണ്. വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ, ആ വീട്ടിലുണ്ടായിരിക്കുന്ന എല്ലാവർക്കും കൂടെ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ആയാലും, ഇപ്പോൾ വീട് ക്ലീൻ ചെയ്യുന്നതായാലും, അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും കൂടിയുള്ള ജോലിയാണ്. അത് അവരുടെ എല്ലാവരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ അത് ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് ഒരാളുടെ ജോലിയാണ്. ആരാണ് ചെയ്യുന്നത്? അവരെ മാത്രം ജോലിയാണെന്നുള്ളത്. അവരെ എന്തെങ്കിലും 1-2 ദിവസം അവർ അപ്പോൾ ഇത് ശരിക്കും ആർക്കും മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. മെയിനായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജോലികൾ ക്ലീൻ ചെയ്യുന്നതായാലും, കുക്ക് ചെയ്യുന്നതായാലും, തുണി കഴുകുന്നതായാലും, എന്ത് ജോലിയാണെങ്കിലും വീട്ടിലേക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ജോലികൾ. അതിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണെങ്കിൽ പോലും. ഞാൻ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ ജോലി എന്ന് പറഞ്ഞിട്ട് ഒരു ജോലിനെ അങ്ങനെ ആക്കരുത്. ആ വീട്ടിലുള്ള എല്ലാവരുടെയും കൂടെ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്ന് ഷെയർ ചെയ്ത് ഓരോരുത്തർ ചെയ്യണം. അവരോട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഞാൻ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ ജോലി ഞാൻ ചെയ്യാം, ആ ജോലി അവൾ ചെയ്യട്ടെ, ഈ ജോലി അവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും അവർ സ്വന്തമായിട്ട് മനസ്സ് വെച്ചിട്ട് വരണം. അല്ലാതെ നമ്മൾ നിർബന്ധിപ്പിച്ച് ചെയ്യുന്നത് അത് ഒരു ശരിയായ രീതിയല്ല. അവർക്ക് സ്വന്തം തോന്നിയിട്ട് ഇത് എൻ്റെ വീട്ടിലെ ജോലിയാണ്, ഇത് എൻ്റെയും കൂടെ ജോലിയാണെന്ന് അവർക്ക് തോന്നണം. അവർക്ക് തോന്നിയിട്ട് അവർ ചെയ്യണം. അതിലാണ് ശരിക്കുള്ള സന്തോഷം. ആ വീട്ടിലെ ഫുൾ സന്തോഷം അതിലാണ് വരുന്നത്. പിന്നെ ഈ വീട്ടിലെ ജോലികളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം ചെയ്താൽ അത് തലയിലാവുമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന വീടുകളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം അവൾ ചെയ്തെന്ന് പറഞ്ഞാൽ അത് പിന്നെ അവൻ്റെ ജോലിയായിട്ട് മാറും. അതുകൊണ്ട് അതിൽ പോയി കൈ വയ്ക്കാതിരിക്കുന്നത് നല്ലതെന്ന് ആലോചിച്ച് ചെയ്യാതിരിക്കുന്നവരും ഉണ്ട്. പല രീതിയിലുള്ള മനുഷ്യരുണ്ട്. ഇത് വീട്ടിലെ മാത്രം കാര്യമില്ല, ഓഫീസിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. ചിക്കൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നഗറ്റ്സ് ആണ്. അത് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. എൻ്റെ മോൾ അവളുടെ ഫ്രണ്ടിനോട് പ്രൗഡായിട്ട് പറയുന്നതാണ് ഇനി വരുന്നത്. ഇതിൽ ഓംലെറ്റ് ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഓംലെറ്റിലൊരു ഫ്ലേവർ വരാനായിട്ട് ഞാൻ പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അരച്ചൊരു പേസ്റ്റ് കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ട് ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്കൊരു ഇന്ത്യൻ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പച്ചമുളക് അങ്ങനെ സ്പെഷ്യലായിട്ട് കടിക്കാൻ കിട്ടുകയില്ല, എന്നാൽ സ്പൈസി ആയിരിക്കുകയും ചെയ്യും. വീട്ടിൽ ജോലി ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം ജോലിയാണെന്ന് നിങ്ങൾ കൂടെ ആലോചിച്ച് നോക്കണം. അപ്പോൾ അതൊരു സഹായം ആണോ, അത് നിങ്ങൾ ചെയ്യുന്ന സന്മനസ്സാണോ, അതോ നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ശരിക്കും മാറ്റം വരേണ്ട കാര്യങ്ങളാണ്. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് മിക്കവരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജോലി ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും തലയിൽ ഉത്തരവാദിത്തം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അതല്ല കാര്യം. എന്ന് പറഞ്ഞാൽ ഈ പണ്ട് മുതലേ ഉള്ള ആ ഒരു ട്രഡിഷൻ മാറി വരണമെന്നുള്ളതാണ്. എന്താണ്? ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, ഒരാളുടെ മാത്രം ത്യാഗമാണ്, അതൊക്കെ അവരുടെ ചുമതലയാണ്, അവരുടെ ലൈഫെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടില്ല. ആ കാഴ്ചപ്പാട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ അത് ആർക്കും മനസ്സിലാവത്തില്ല. അത് ഇനി അടുത്ത ജനറേഷനിലെങ്കിലും ശരിയാവണമെന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ മക്കളോട് ഉൾപ്പെടെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രൗൺ ബ്രെഡാണ് കേട്ടോ എടുക്കുന്നത് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട്. ഇതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഒന്ന് നെയ്യിൽ 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കുക, ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് മൊരിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയ കളർ മാറി അതൊരു ക്രിസ്പായിട്ട് വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് സാൻഡ്വിച്ച് കഴിക്കാൻ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ മുകളിൽ പിന്നെ എന്താണ് കെച്ചപ്പ്, മയണൈസ് ഇതെല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെജിറ്റബിൾസ് വയ്ക്കും. വെജിറ്റബിൾസും നമ്മൾ നേരത്തെ പിന്നെ നഗറ്റ്സില്ലേ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ബോയിൽ ചെയ്തതോ ഫ്രൈ ചെയ്തതോ ഏത് ചിക്കനാണെന്ന് വെച്ചാൽ അതും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ നഗറ്റ്സ് പൊരിച്ചതാണ് ഇതിന് മുകളിൽ വെച്ചത്. ഞാൻ ഇതിൽ കണ്ടെത്തുന്ന സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സൈക്കിൾ ബ്രേക്കറാണെന്ന് പറയുന്നത് വെച്ചാൽ, സൈക്കിൾ ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ ജനറേഷൻസ് ആയിട്ട് നമ്മുടെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു ട്രോമയുണ്ട്.
പല പല കാര്യങ്ങൾ അത് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയൊരു രീതി കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ട് ഒരു മാറ്റം വരുത്തുക എന്നുള്ളത് ഒരു സൈക്കിൾ ബ്രേക്കർ. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ മറ്റുള്ളവർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യണമെന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അമ്മ എന്നോട് ഇത് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നോട് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾക്കും തിരിച്ച് അത് തന്നെ കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് എനിക്കില്ല. കാരണം എനിക്ക് എൻ്റേതായ നിലപാടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു സൈക്കിൾ ബ്രേക്കറാണ്. അങ്ങനെ അറിയപ്പെടാനൊന്നുമില്ല, അങ്ങനെ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയാൽ മതി, അങ്ങനെ ആവാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ലാതെ എനിക്ക് മടിയുണ്ടായിട്ടും എനിക്ക് പണി ചെയ്യാൻ വയ്യാഞ്ഞിട്ടും അല്ല കേട്ടോ. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടിട്ട് ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് എൻ്റെ വീട്ടിലുള്ളവർക്ക് ഉൾപ്പെടെ ഇതൊരു ആട്ടമായിട്ടും എന്താണ് അവൾ ബാക്കിയുള്ളവരെ നന്നാക്കാൻ നടക്കുന്നത്, അവളെ കാര്യം നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ടേസ്റ്റ് സാധനങ്ങളെല്ലാം ട്രൈ ചെയ്തൊക്കെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.